എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂര്യനാമയും പഹ്ലാദിൻ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് 4 പ്രവർത്തനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വിശേഷം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കുക, പാഠത്തിൽ തന്നിരിക്കുന്ന വിശേഷണങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ലേഖകനായ ഹിമാംശു ജോഷി സൂര്യനാമിലെത്തിക്കഴിയുമ്പോൾ അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന മറ്റൊരു സദസ്യയുമായി നടത്തുന്ന വാർത്താലാപം. മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വ ഭാഷാ കെ രൂപമേ ഹിന്ദി കെ പ്രജാപ്രസാദ് എന്ന വിഷയത്തെ അധികരിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. 4 പോസ്റ്റർ മേക്കിംഗ്, വിശ്വ ഹിന്ദി സമ്മേളനത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പോസ്റ്റർ. അപ്പോൾ ഈ 4 പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം വിശേഷണം എന്നാൽ എന്താണ് വിശേഷണം? വിശേഷണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. ഇന്ത്യയിൽ അതിനൊരു നിർവചനം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? जो शब्द संज्ञा या सर्वनाम की विशेषता बताने वाले शब्द को हम विशेषण कहते हैं. ഒരു നാമത്തെയോ അല്ലെങ്കിൽ സർവനാമത്തിന്റെയോ വിശേഷത വ്യക്തമാക്കുന്ന ശബ്ദമാണ് നമ്മൾ വിശേഷണം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഗോര, കാല, മീഠ, കടുവ, അച്ഛ, ബുര തുടങ്ങിയവയെല്ലാം ഓരോ വസ്തുക്കളുടെ അല്ലെങ്കിൽ വിശേഷണത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വിശേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് വിശേഷൻ, ഏത് വസ്തുവിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനെ നമ്മൾ വിശേഷ്യം എന്ന് പറയും. വിശേഷ്യം അതുപോലെ തന്നെ വിശേഷണം. അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. വിശേഷന്റെ ഉദാഹരണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഗോര, കാല, അച്ഛ, ബുര, മീഠ. ഒരു ഉദാഹരണം, ആസ്മാൻ കാ രംഗ് നീല. ആസ്മാൻ കാ രംഗ് നീല, ആകാശത്തിന്റെ നിറം നീലയാണ്. അപ്പൊ ഇതിലെ വിശേഷം എന്ന് പറയുന്നത് നീലയാണ്. നീല എന്നുള്ളത് വിശേഷണമാണ്. എന്തിനെ കുറിച്ചാണ് നീല എന്ന് പറഞ്ഞിരിക്കുന്നത്? ആകാശത്തെ കുറിച്ചാണ്, ആസ്മാൻ. അപ്പൊ ഇവിടെ ആസ്മാൻ വിശേഷ് എന്ന് പറയുന്നു, നീല എന്നുള്ളത് വിശേഷൻ എന്ന രൂപത്തിൽ പറയും. മറ്റൊരു ഉദാഹരണം കൊണ്ട് നോക്കാം. മോഹൻ ഏക്ക് അച്ഛാ ലഡ്ക ഹൈ. മോഹൻ ഏക്ക് അച്ഛാ ലഡ്ക. മോഹൻ ഒരു നല്ല ആൺകുട്ടിയാണ്. അപ്പൊ അതിലെ അച്ഛ എന്നുള്ളതാണ് വിശേഷം. അപ്പൊ ആരാണ് അച്ഛ? ആരാണ് നല്ല കുട്ടി? മോഹൻ. അപ്പൊ ആ മോഹൻ എന്നുള്ളത് വിശേഷിയാണ്. അപ്പൊ ഇവിടെ അച്ഛ എന്നുള്ളത് വിശേഷൻ, മോഹൻ എന്നുള്ളത് വിശേഷൻ. വിശേഷൻ 4 प्रकार के होते हैं. ഹിന്ദിയിലെ വിശേഷണത്തെ 4 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഗുണവാചക വിശേഷൻ, പരിണാമവാചക വിശേഷൻ, സംഖ്യാവാചക വിശേഷൻ, സാർവനാമിക വിശേഷൻ. അപ്പൊ അതിന്റെ വാക്കിൽ തന്നെ വ്യക്തമാണ് അതിന്റെ എന്ത് തരത്തിലുള്ള വിശേഷണമാണ് അതെന്നുള്ളത്. ഉദാഹരണം, ഗുണവാചക ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു. ഗായ് കാ രംഗ് സഫേദ് ഹൈ, ഒരു ഉദാഹരണം. നെക്സ്റ്റ്, പരിണാമവാചക അളവിനെ സൂചിപ്പിക്കുന്നു. പരിണാം, 1 കിലോ ഘീ 3 കിലോമീറ്റർ ലംബി, അപ്പൊ അളവിനെ സൂചിപ്പിക്കുന്നു. സംഖ്യാവാചക നമ്പർ അതിനുണ്ടാവും. 10 കിതാബ് കുച്ച് ഛാത്ര, അപ്പൊ ആ നമ്പരെ സൂചിപ്പിക്കുന്നു. സാർവനാമിക വിശേഷൻ, സർവനാമം വിശേഷണ രൂപത്തില് ഉപയോഗിച്ചിരിക്കുന്നു. യഹ് കിതാബ് കിസ്കി ഹേ, യഹ്, യേ, വേ, വഹ് തുടങ്ങിയ സർവനാമങ്ങള് വിശേഷണത്തിന്റെ രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിനൊന്ന് സാർവനാമിക വിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ വിശേഷണം എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. വിശേഷണത്തിന്റെ 4 തരത്തിലുള്ള വിശേഷണങ്ങൾ ഏതാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് പാഠഭാഗത്തിലെ പ്രവർത്തനത്തിലേക്ക് പോകാം. പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം ഞാനൊന്ന് വായിക്കാം. सफरनामा में कई विशेषण शब्दों का प्रयोग हुआ है, जैसे भीषण गर्मी,
इस प्रकार के शब्द पाഠഭാग से ढूंढ कर खंभा में भरे. അപ്പൊ ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് വിശേഷി തന്നിട്ടുണ്ട്, വിശേഷണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വന, ഒന്നാമത്തെ വാക്ക് വനാണ്. അതിന്റെ വിശേഷണം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന വിശേഷണം ഏതാണ്? വൻ എന്നുള്ളതിന് വിശേഷണം ഖനേ എന്നുള്ള വാക്കാണ് വിശേഷണം. അപ്പൊ ഖനേ വൻ. രണ്ടാമത്തെ വിശേഷ്യം തന്നിരിക്കുന്നത് മൻസിൽ. മൻസിൽ എന്നുള്ളതിന്റെ വിശേഷണമായിട്ട് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സാത്വി, സാത്വി മൻസിൽ. അടുത്തത് ജൽ. ജൽ എന്നുള്ളതിന്റെ വിശേഷണം ആണ് നീലാജൽ. लेकिन आकाश विमान छानकर देखने पर नीला जल उन्होंने देखा, तो वो नीला. देन याത്ര. യാത്ര എന്നുള്ളതിന്റെ വിശേഷണം ലംബി യാത്ര. लगभग 20,000 किलोमीटर की लंबी यात्रा. देन स्वरूप. स्वरूप എന്നുള്ളതിന്റെ വിശേഷണം वैश्विक. हिंदी भाषा का अब वैश्विक रूप, हिंदी भाषा के वैश्विक रूप में उभर कर आ गया है आज. तो ऐसे एक बार फिर से घने वन, सातवीं मंजिल, नीला जल, लंबी यात्रा, वैश्विक स्वरूप. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിശേഷണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് ഒരു വാർത്താലാപമാണ്. ചോദ്യം ഞാനൊന്ന് വായിക്കാം. लेखक विश्व हिंदी सम्मेलन में भाग लेने के लिए पारामारिबो पहुंचे. सम्मेलन के उद्घाटन समारोह के बाद लेखक की बातचीत किसी भागीदार के साथ होती है. वह बातचीत लिखी. അപ്പൊ ആ സംഭാഷണത്തിന്റെ ഒരു നമൂന ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം അതിന്റെ അർത്ഥവും പറയാം. അപ്പൊ ലേഖക ഭാഗീദാറും തമ്മിൽ ഉള്ള സംഭാഷണം. लेखक, आप कहां से आए हैं? भागीदार, ब्रिटेन से. लेखक, अच्छा, आपसे मिलकर बड़ी खुशी हुई. आपके देश में भी हिंदी का खूब प्रचार है ना? भागीदार, हाँ, वहां भी भारतीय मूल के लोगों की संख्या बहुत बड़ी है. हिंदी के कई लेखक भी हैं. लेखक, सम्मेलन का उद्घाटन कैसे रहा? भागीदार, यहाँ हिंदी प्रेमियों की मेहनत सराहनीय है. सम्मेलनों की तैयारी शानदार रही. राष्ट्रपति का भाषण बहुत ही दिलचस्प रहा. लेखक, यहाँ के भारतीय मूल के लोगों के बारे में आपकी क्या राय है? भागीदार, वे अभी अपनी मूल संस्कृति को बनाए रखने में तत्पर दिखाई देते हैं. इतने साल बाद भी वे भारतीय कहे जाने में गर्व करते हैं और अपनी भाषा के प्रति उनका लगाव प्रशंसनीय है. लेखक, अच्छा, धन्यवाद. आशा है फिर कभी इसी प्रकार कहीं मिलने का अवसर आएगा. भागीदार, धन्यवाद. ഇതാണ് ഒരു നമൂന. ഞാൻ അതിന്റെ അർത്ഥവും കൂടെ ഒന്ന് പറയാം, പെട്ടെന്ന് പറയാം. ലേഖക, ആപ് കഹാ സെ ആയേ ഹേ? താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ബ്രിട്ടൻ സെ. ഞാൻ ബ്രിട്ടനിൽ നിന്ന്. അച്ഛാ, ആപ്സെ മിൽക്കർ ബഡി ഖുശി ഹുയി. താങ്കളെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആപ്കെ ദേശ് മേ ഭി ഹിന്ദി കാ ഖൂബ് പ്രചാർ ഹൈ നാ? താങ്കളുടെ ദേശത്തും ഹിന്ദിയുടെ നല്ല രീതിയിലുള്ള പ്രചാരം ഇല്ലേ? ഹാ, വഹാം ഭി ഭാരതീയ മൂൽ കെ ലോഗോं की संख्या बहुत बड़ी है. ശരിയാണ്, അവിടെയും ഭാരതത്തിൽ വേരുകളുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഹിന്ദിക്ക് കൈ ലേഖകി ഹെ. നിരവധി ഹിന്ദി ലേഖകരുമുണ്ട്. സമ്മേളന ഉദ്ഘാടനം കേസ രഹ? നമ്മുടെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എങ്ങനെയുണ്ടായിരുന്നു? യഹാം ഹിന്ദി പ്രേമിയോ കി മെഹനത് സരാഹനീയ ഹെ. ഇവിടെ ഹിന്ദി സ്നേഹികളുടെ അവരുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. സമ്മേളനം കി തയ്യാറി ശാനദാർ രഹി. അതിന്റെ സമ്മേളനത്തിന്റെ തയ്യാറെടുപ്പുകളൊക്കെ വളരെ പ്രൗഢഗംഭീരമായിരുന്നു.
राष्ट्रपति का भाषण बहुत ही दिलचस्प था. രാഷ്ട്രപതിയുടെ പ്രസംഗം ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. यहाँ के ഭാരതീയ മൂൽ के लोगों के बारे में आपकी क्या राय है? ഇവിടെയുള്ള ഭാരതീയരായിട്ടുള്ള ആളുകളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? वे अभी अपनी मूल संस्कृति को बनाए रखने में तत्पर दिखाई देते हैं. അവരവരുടെ സംസ്കാരങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നതിൽ വളരെ തൽപരരാണെന്ന് കാണുന്നു. इतने साल बाद भी वे भारतीय कहा जाने में गर्व करते हैं. ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഒരു ഭാരതീയരാണെന്ന് പറയുന്നതിൽ അവർ അഭിമാനിക്കുന്നു. और अपनी भाषा के प्रति उनका लगाव प्रशंसनीय. അവരുടെ ഭാഷയോടുള്ള അവരുടെ സ്നേഹം വളരെയധികം പ്രശംസനീയമാണ്, അഭിനന്ദനീയമാണ്. अच्छा, धन्यवाद. आशा है फिर कभी इसी प्रकार कहीं मिलने का अवसर आएगा. വളരെ നന്ദി. ഇനിയും ഇതുപോലെ അവസരത്തിൽ കാണാമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. ധന്യവാദ്, നന്ദി. അപ്പൊ ഇതാണ് ഒരു വാർത്താലാപിന്റെ നമൂന. അപ്പൊ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം. विश्व भाषा के रूप में हिंदी का प्रचार प्रसार विषय पर भाषण तैयार करें. अപ്പൊ അതിന്റെ പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. संसार की सबसे बड़ी भाषाओं में एक, सांस्कृतिक विकास में सहायक, विश्व सौहार्द का संवाहक, बोलचाल में आशा. അപ്പൊ ഈ പോയിന്റുകളെ അധികരിച്ചു വേണം. അപ്പൊ നമ്മള് പ്രസംഗത്തെ പറ്റി പറഞ്ഞപ്പോൾ മേരെ ഭാരതവാസിയോ എന്ന പാഠത്തിൽ നമ്മൾ പ്രസംഗത്തിന്റെ 7 ഗുണങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും. ആ 7 ഗുണങ്ങൾ ഇതൊക്കെയായിരുന്നു. തയ്യാരി, ഒരുക്കം ഉണ്ടാകണം, സ്പഷ്ടത, വളരെ ക്ലാരിറ്റി ഉണ്ടാകണം, ആകർഷകമായിരിക്കണം, ശ്രോതാവൻസ് ജുഡേ, ശ്രോതാക്കളുമായിട്ട് സംവേദനം ഉണ്ടാകണം, ശരീരത്തെ ഹാവഭാവ്, ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കണം, ഭാവനാസെ മുക്ത്, നമ്മുടേതായ ചിന്തകളിൽ നിന്നും മറ്റു ചിന്തകളിൽ നിന്നും നമ്മൾ മുക്തരായിരിക്കണം, സമയസീമാമേ, നമുക്ക് അനുവദിച്ചുള്ള സമയത്തിൽ നമ്മൾ തീർക്കണം. അപ്പൊ അങ്ങനെ 7 ഗുണങ്ങൾ വേണം ആ പ്രസംഗം പറയുമ്പോൾ. അപ്പൊ ആ പ്രസംഗത്തിന് ഒരു നമൂന ഞാനിവിടെ വായിക്കാം, നിങ്ങളത് ശ്രദ്ധിക്കും. सभा में उपस्थित आदरणीय अतिथि जनों और मेरे प्यारे मित्रों, सबको मेरा प्रणाम. आज मेरा भाषण का विषय है विश्व भाषा के रूप में हिंदी का प्रचार प्रसार. मैं इस विषय के संबंध में कुछ बताना चाहता हूं. हिंदी को भारत की राष्ट्रभाषा और राजभाषा के रूप में संविधान में स्थान मिला है. हिंदी मुख्यतः उत्तर भारत में बोली समझी जाती थी, लेकिन स्वतंत्रता संग्राम के साथ उसका प्रचार दक्षिण में भी होने लगा. अब वह भारत की सीमाओं को लांघकर संसार के अधिकांश देशों में पहुंच गई है. अंग्रेजी और चीनी के बाद संसार में सबसे अधिक लोगों द्वारा बोले जाने वाली हिंदी भाषा विश्व भाषा के स्तर पर ऊपर रही है. हिंदी का साहित्य समृद्ध है और दिन ब दिन अधिक पाठकों को आकृष्ट करता जा रहा है. हिंदी के प्रचार के और एक कारण उसकी सरलता है. अन्य किसी भाषा की अपेक्षा आसानी से यह भाषा सीखी जा सकती है. हिंदी साहित्य के पाठकों की संख्या दिनों दिन बढ़ता जा रहा है. हिंदी फिल्मों की लोकप्रियता भी हिंदी भाषा के प्रचार में सहायक हुई है. देशों में हिंदी के पढ़ने लिखने बोलने वाले लोगों की संख्या बढ़ती जा रही है. इतना कहकर मैं यह छोटा सा भाषण समाप्त करना चाहता हूं. सबको मेरा प्रणाम. जय हिंद. നമുക്ക് അവസാനത്തെ പ്രവർത്തനത്തിലേക്ക് വരാം. അവസാനത്തെ പ്രവർത്തനം ചോദ്യം വായിക്കാം. 7वीं विश्व हिंदी सम्मेलन सूरीनाम में होने वाला है. उसके लिए एक आकर्षक पोस्टर तैयार करें. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാനാണ് 7ാം വിശ്വ ഹിന്ദി സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ. അപ്പൊ നമ്മൾ പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പോസ്റ്ററെ പറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുകയാണ്. പോസ്റ്റർ 2 തരത്തിലാണ് പോസ്റ്ററുകൾ ഉള്ളത്. ഒന്ന് കാര്യക്രം
की पोस्टर സന്ദേശ് देने वाले പോസ്റ്റർ. ഏതെങ്കിലും ഒരു മീറ്റിംഗിന്റെ സമ്മേളനത്തിന്റെ പോസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്ക് മെസ്സേജ് നൽകുന്ന പോസ്റ്റർ. ഇങ്ങനെ രണ്ട് തരത്തിലാണ് പോസ്റ്ററുകൾ. അപ്പൊ അതിലെ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ കാര്യക്രമം, അതായത് ഇതൊരു കാര്യക്രമം പോസ്റ്ററാണ് നമ്മളോട് ഇപ്പോൾ ചോദ്യത്തിൽപ്പെടും. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ട 7 ഘടകങ്ങൾ വേണം. ഒന്ന്, വിഷയം അതിൽ പരാമർശിക്കണം. 2, സ്ഥലം അതിൽ കൃത്യത ഉണ്ടായിരിക്കണം. താരീഖ്, ഡേറ്റ് അതിലുണ്ടാകണം. ദിവസം ഉണ്ടാകണം. സമയം അതിലുണ്ടാകണം. പിന്നെ എല്ലാവരെയും സ്വാഗതം അത് ചെല്ലുന്ന വാക്ക് അതിലുണ്ടാകണം. പിന്നെ ടോട്ടലി അത് ആകർഷകമായിരിക്കണം. അങ്ങനെ 7 ഘടകങ്ങൾ ഒരു നല്ല പോസ്റ്ററിന് ഉണ്ടാകും. അപ്പൊ ഒന്നാണ് പറയാം: വിഷയ, സ്ഥാൻ, താരീഖ്, ദിൻ, സമയ, സ്വാഗത്, ആകർഷക്. ഇനി അതല്ല, സന്ദേശം നൽകുന്ന പോസ്റ്ററാണ്. നമുക്ക് പരീക്ഷയ്ക്ക് വേറെ വിഷയം വേണമെങ്കിൽ ചോദിക്കാം. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒക്കെ പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ധാരാളം ചോദിക്കാറുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ്? ആ സന്ദേശ വാക്യം അതിലുണ്ടാകണം. പിന്നെ ഉചിത ചിത്രം, അതിന് അനുയോജ്യമായ ഒരു ചിത്രം ഉണ്ടാകണം. പിന്നെ സന്ദേശം, ടോട്ടലി ആ സന്ദേശം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാകണം. ആകർഷകമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഈ പോസ്റ്ററിന്റെ മോഡലുകൾ ഞാൻ ഇതിന് ശേഷം ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിന് ശേഷം കാണാവുന്നതാണ്. അപ്പൊ അത് കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായ ഐഡിയകൾ ഉപയോഗപ്പെടുത്തി പോസ്റ്റർ സ്വയം നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഇത്രയും ആണ് ഈ പാഠത്തിലെ അനുബന്ധ പ്രവർത്തനങ്ങൾ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.